ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് കേരള ഗവൺമെൻറ്റിൽ ഒരു മികച്ച ജോലി, അതിനുള്ള ഒരു അവസരം വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ 2025 ഒക്ടോബർ 15 ഈ നോട്ടിഫിക്കേഷൻ വന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ 19. എനി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഏറ്റവും കുറഞ്ഞ പ്രായം 18 കൂടിയ പ്രായം 36. റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് നിയമാനുസൃതമായ ഇളവുകളുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് 2 കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഒന്ന് കാറ്റഗറി നമ്പർ 382/2025. അതിൽ ഈ KSFE, KSEB, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, കെൽട്രോൺ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഉള്ളത്. അടുത്തത് കാറ്റഗറി 383/2025 ആണ്. ഇതിൽ KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഉള്ളത്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് സെലക്ഷൻ 2 ഘട്ടങ്ങളിലാണ് നടക്കുന്നത്. ഒന്ന് ഒരു പ്രിലിമിനറി പരീക്ഷ, രണ്ടാമത് ഒരു മെയിൻ പരീക്ഷ. ഇത് രണ്ടും കഴിഞ്ഞ് നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് 2027. അതിനു മുമ്പ് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. ഈ പുതിയ രീതിയിൽ PSC ഈ പരീക്ഷ നടത്തി തുടങ്ങിയത് 2021 മുതലാണ്. അന്നാണ് ഈ പ്രിലിമിനറി, മെയിൻ എന്നീ 2 ഘട്ടങ്ങളിലായി നിലവിലുള്ള സിലബസിൽ പരീക്ഷ ആദ്യമായി നടക്കുന്നത്. ഈ പരീക്ഷയുടെ പ്രത്യേകത കേരള ഗവൺമെൻറ് നടത്തുന്ന സ്റ്റേറ്റ് ലെവലിലുള്ള ഏറ്റവും വലിയ സെലക്ഷൻ പ്രോസസ്സാണ്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതും ഈ പരീക്ഷയിലൂടെയാണ്. നമുക്ക് 2021 പരീക്ഷയിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അന്ന് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 1734 പേരാണ്. നിലവിൽ 806 പേർക്ക് സ്റ്റേറ്റ് ലെവലിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ പോയിട്ടുണ്ട്. അതിനർത്ഥം കേരളത്തിൽ ഇതേവരെ നടന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻറ്റ് നടന്ന പരീക്ഷകളിൽ ഒന്നാണിത് എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രിലിംസിന് 100-ൽ 37.64 കട്ട് ഓഫ്. മെയിൻസ് പരീക്ഷയിൽ 53.67 കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 1734 പേരാണ് ഉണ്ടായിരുന്നത്. ഇനി ഇവർക്ക് 2027 വരെ കാലാവധി ഉള്ളത് കൊണ്ട് ഈ ലിസ്റ്റിൽ നിന്നും ഇനിയും കുറേ പേർക്ക് കൂടി അപ്പോയിൻമെൻറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണയും 2 കാറ്റഗറികളിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് ഈ കാറ്റഗറി 026/2022 ഈ കാറ്റഗറിയിലാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ 2 സ്ഥാപനങ്ങൾ വരുന്നത്. ഒന്ന് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് KSFE, രണ്ടാമത്തത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഈ പരീക്ഷയ്ക്ക് ശേഷം നിലവിൽ വന്ന മെയിൻ ലിസ്റ്റിൽ 3763 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ 1621 പേർക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചു കഴിഞ്ഞു. ഇനി നേരത്തെ പോലെ തന്നെ 2027 വരെ ഈ ലിസ്റ്റിന് കാലാവധിയുണ്ട്. കുറേ പേർക്ക് കൂടി ഈ ലിസ്റ്റിൽ നിന്നും ഇനിയും അപ്പോയിൻമെൻറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ 100-ൽ 39.7 പ്രിലിംസിൻ്റെ കട്ട് ഓഫ്. പ്രിലിംസ് മെയിൻസിന് വേണ്ടി ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു എലിമിനേഷൻ പ്രോസസ്സ് മാത്രമാണ്. ആ മെയിൻസ് പരീക്ഷ എഴുതിയവരിൽ 43.33 മാർക്കിന് മേലെയുള്ളവരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ ഈ പരീക്ഷ എഴുതി മെയിൻ ലിസ്റ്റ് വന്ന് ആ മെയിൻ ലിസ്റ്റിൽ നിന്ന് നിലവിൽ 2427 പേർക്ക് അപ്പോയിൻമെൻറ്റ് ലഭിച്ചു കഴിഞ്ഞു. 2027 വരെ കാലാവധി ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഇനിയും കുറേ പേർക്ക് കൂടി അപ്പോയിൻമെൻറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ തവണ 2 കാറ്റഗറിയിലാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 2ലും അപ്ലൈ ചെയ്യുക. അവസാന തീയതി നവംബർ 19. അങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ 2027 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 4000 മുതൽ 5000 പേർക്ക് വരെ അപ്പോയിൻമെൻറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരെ വിശദമായ ഓരോ സെക്ഷനും എത്ര മാർക്കാണെന്ന് വ്യക്തതയുള്ള ഒരു സിലബസാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് PSC നൽകുന്നത്. സിലബസിനെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ അടുത്തതായി ഇതേ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ പരീക്ഷയിൽ പ്രിലിമിനറിയിലാണെങ്കിലും മെയിനിലാണെങ്കിലും 100 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 1 മാർക്ക്, അങ്ങനെ 100 മാർക്കാണുള്ളത്. തെറ്റായ ഉത്തരത്തിന് നെഗറ്റീവ് മാർക്കുണ്ട്.
2027 കമ്പനി ബോർഡ് അസിസ്റ്റൻ്റായി നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നവംബർ 19 മുമ്പായി ഈ 2 കാറ്റഗറിയിലും അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ടതെങ്ങനെ എന്ന് വിശദമായി പറയുന്ന ഒരു വീഡിയോ ഈ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മികച്ച ഒരു കോഴ്സിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ഈ പരീക്ഷ വളരെ എളുപ്പമാണ്. അങ്ങനെ വളരെ മികച്ച ഒരു കോഴ്സ് നിങ്ങൾക്ക് ക്യൂബിറ്റ് അക്കാദമി ഒരുക്കിയിട്ടുണ്ട്. സിലബസ് മുഴുവൻ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ മറ്റു കാര്യങ്ങൾക്കും വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പുണ്ട്. 500 മണിക്കൂറിലധികം മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളുണ്ട്. വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, 15ലധികം SCERT NCERT പ്രിന്റഡ് ക്യാപ്സ്യൂൾ ബുക്കുകൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 50ലധികം മോക്ക് ടെസ്റ്റുകളുണ്ട്. ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ഇത് പ്രാക്ടീസ് ഒരുപാട് വേണ്ടതാണ്. അതിൽ ഒരുപാട് പ്രാക്ടീസ് ടെസ്റ്റുകളുണ്ട്. നിരവധി മോഡൽ എക്സാംസുകളുണ്ട്. ഇതെല്ലാം അടങ്ങിയ ക്യൂബിറ്റിൻ്റെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷൻ, കഴിഞ്ഞകാല ക്വസ്റ്റ്യൻ പേപ്പറുടെ അവലോകനം, എങ്ങനെ ഇതിന് പ്രിപ്പയർ ചെയ്യണം എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകൾ ഉടനെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡിഗ്രിക്കാർക്കുള്ള ഒരു മികച്ച അവസരമാണ്. നവംബർ 19 മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. ക്യൂബിറ്റിൻ്റെ മികച്ച കോഴ്സിൻ്റെ ഭാഗമാവുക. 2027 ആവുമ്പോഴേക്ക് നിങ്ങൾക്കും ഒരു കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആവാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ്.